ധർമ്മയുദ്ധം ധർമ്മനിഷേധങ്ങളുടേതോ? മഹാഭാരത യുദ്ധത്തിൽ എവിടെയൊക്കെയോ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് വിഷയം. നമ്മളുടെ സമയം ആരംഭിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തഥാ ജ്ഞാനം സൃജാജ്ഞം പരിത്രാണേയ സാധൂന വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ 4ാം അധ്യായത്തിൽ, അതായത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 7ാമത്തെയും 8ാമത്തെയും ശ്ലോകങ്ങളായിട്ട് സൂചിപ്പിക്കുന്നു. ഇതിൽ 7ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എവിടെയാണോ അധർമ്മം ഉയരുന്നത്, എവിടെയാണോ ധർമ്മം താഴുന്നത്, എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടെ ഞാൻ അവതരിക്കുന്നതാണ്. 8ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യാനും ധർമ്മ പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ യുഗാന്തരങ്ങൾ അവതരിക്കുന്നതാണ്. ഇത്രയും ഈ ഒരു 2 ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്, മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ പല മായകളും കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ധർമ്മ പുനഃസ്ഥാപനം. അവിടെ അധർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പല രീതിയിലും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി മായ കാണിക്കുന്നത്. ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല. ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് അധർമ്മം പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കും. ഭീഷ്മരെ വധിച്ചത്, ഭീഷ്മരുടെ പതനത്തിന് കാരണമായത്, ദ്രോണരെ വധിച്ചത് എല്ലാം അധർമ്മത്താലായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ അധർമ്മം ഉണ്ടായത്? വ്യക്തമായി സംസാരിക്കൂ. ഭീഷ്മരുടെ പതനത്തിനായി ശിഖണ്ഡിയെ മുന്നിൽ നിന്നുകൊണ്ടാണ് നിർത്തിക്കൊണ്ടാണ് അർജുനൻ അമ്പെയ്തത്. അപ്പോൾ അത് തികച്ചും അധർമ്മമാണ്. ഭീഷ്മർ ഒരു ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ല എന്നുള്ളത്. അതുപോലെ ദ്രോണരുടെ കാര്യം പറയുമ്പോൾ അശ്വത്ഥാമ ഹത കുഞ്ചരഹ എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് കളവ് പറയിപ്പിച്ച ശേഷം ആയുധം താഴെ വെപ്പിച്ചതിന് ശേഷമാണ് ദ്രോണരെ വധിക്കുന്നത്. തീർച്ചയായും അധർമ്മമാണ്. അത്തരമൊരു വ്യാജം നടന്നിട്ടുണ്ടോ യുദ്ധത്തിൽ? ഇല്ല, സത്യത്തിൽ അശ്വത്ഥാമാവ് എന്നൊരു പേര് ഉള്ള ഒരു ആനയെ ഭീമൻ വധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അധർമ്മം നടന്നിട്ടില്ല. വേറൊരു രീതിയിൽ നോക്കിയാൽ ദ്രോണറുടെ ഭാഗത്താണ് തെറ്റ്. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ക്ഷത്രിയരുടെ കഴിവിൽ പ്രത്യേകമായിട്ട് വരുന്നതാണ് കേൾവിശക്തി. ദ്രോണർ കേൾക്കാത്തതിന്റെ കുഴപ്പം. എന്ത് തന്നെയായാലും ദ്രോണർ ആയുധം താഴെ വെച്ചതിന് ശേഷമാണ് ദ്രോണരുടെ കണ്ഠം ഛേദിച്ചത്. അത് തീർച്ചയായും യുദ്ധത്തിന് നിൽക്കാത്ത പ്രവൃത്തിയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2 പക്ഷക്കാരും കൂടി ചേർന്ന് പലതരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതിലൊരു നിയമമായിരുന്നു ആയുധം താഴെ വെച്ചവനെ ഉപദ്രവിക്കുകയില്ല എന്നുള്ളത്. ഇവിടെ ദ്രോണർ ആയുധം താഴെ വെച്ചതിന് ശേഷമാണ് ധൃഷ്ടദ്യുമ്നൻ യുദ്ധത്തിൽ ആദ്യമൊക്കെ അവർ നിയമം പാലിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവർക്ക് ജയം തോൽവി അങ്ങനൊരു ജയം തോൽവി അങ്ങനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ദ്രോണറുടെ കാര്യം പറയുമ്പോൾ അത് ദ്രോണറുടെ കുഴപ്പമാണ്. പിന്നെ ഇവിടെ ദൃഷ്ടദ്യുമ്നനാണ് കൊല്ലുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഓരോ ആൾക്കാരും അവതരിക്കുന്നത് എന്തെങ്കിലും ഒരു അവതാര ലക്ഷ്യം കൊണ്ടാണ്. ഇവിടെ ദ്രുപദൻ തപസ് ചെയ്ത് ജനിച്ച പുത്രനാണ് ദൃഷ്ടദ്യുമ്നന്റെ അവതാര ലക്ഷ്യം തന്നെ ദ്രോണവധമായിരുന്നു. പിന്നെ വധിച്ച് തീരത്തുള്ളൂ. വധിക്കണം, പക്ഷേ അധർമ്മത്തിലൂടെ ആവരുത്. ധർമ്മത്തിലൂടെ യുദ്ധം ചെയ്ത് ജയിക്കാമായിരുന്നല്ലോ. അടുത്ത ആളിലേക്ക് വരൂ, കർണനിലേക്ക് കടക്കാം. നമുക്ക് കർണന്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നു പോയ സമയത്താണ് അർജുനൻ കർണനെ വധിക്കുന്നത്. അത് തീർച്ചയായും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. കാരണം അത് അധർമ്മം തന്നെയായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാവുന്നതാണ്. അർജുന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അവസരം കിട്ടത്തില്ല. അർജുന അവിടെ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ കഥയാകെ മറിയായിരുന്നു. ഇപ്പോൾ അർജുനൻ ജീവിച്ചിരിപ്പില്ല, പകരം കർണനായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഈ കൗരവന്മാരോടുള്ള ഒരു അമിതമായ ഒരു ഭക്തി കാരണം ഒരിക്കലും പാണ്ഡവന്മാരെ കർണൻ അവരുടെ മൂത്ത അനുജനാണെങ്കിൽ ജീവനോടെ വെച്ചേക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ്. അതിനെങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുന്നത്? തീർച്ചയായും അല്ല. കാരണം ധർമ്മത്തിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കാൻ കഴിയുകയില്ല, ഉറപ്പായും കഴിയില്ല. ധർമ്മ ഏവ ഹതോന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ ഹനിക്കുന്നവരെ ഹനിക്കുവാനും അതേപോലെ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ രക്ഷിക്കുവാനും ധർമ്മത്തിന് കഴിയും. അങ്ങനെയുള്ള ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി അധർമ്മം പ്രവർത്തിക്കുക എന്നുള്ളത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. പറയാവുന്ന നല്ലൊരു ആശയമാണത്. ധർമ്മത്തിന് വേണ്ടി അധർമ്മം, അതാണോ വേണ്ടത്? ഒരു വാള് കൊണ്ട് ഓടി നിൽക്കുന്ന ആളെ നമുക്ക് പുഷ്പം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ ഇവര് ഭയങ്കരമായിട്ട് അധർമ്മം കാണിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മത്തിന് ഇപ്പോൾ അഗ്നിയുടെ ശക്തി കുറവാണെങ്കിൽ ജലത്തിന് അതിവേഗം നശിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ അത് വലിയൊരു അധർമ്മത്തിന്റെ ശക്തിയായിരുന്നു. ധർമ്മത്തിന് ഇവിടെ കുറച്ച് ശക്തി മാത്രമേ ഉള്ളായിരുന്നു. ധർമ്മത്തിന് ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അധർമ്മം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു പുസ്തകത്തിന്റെ ചട്ടം മാറ്റിയെന്ന് വിചാരിച്ച ആ പുസ്തകം മാറുന്നില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും വേറെ ഒരു അധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും അധർമ്മം തന്നെയാണ്. അതിനെ ഒരിക്കലും ധർമ്മമായി കാണുവാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ലെന്ന്. അതിലൂടെ നോക്കുമ്പോൾ ഇത് അവിടെ അധർമ്മം കാണിക്കുക ഭഗവാൻ
നല്ല ലക്ഷ്യത്തിന് ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലക്ഷ്യമാണെങ്കിൽ അവിടെ അധർമ്മം പ്രയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന്, അത് പാപമല്ലെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്ത് തന്നെയാലും ഭീഷ്മരുടെ പതനശേഷം ആ യുദ്ധത്തിൽ കൂടുതലായി നടന്നത് ധർമ്മനിഷേധങ്ങളും അധാർമികമായ യുദ്ധതന്ത്രങ്ങളുമാണ്. 10-ാം ദിവസത്തിന് ശേഷം യുദ്ധത്തിൽ മുഴുവനായും ഉണ്ടായിരുന്നത്. കർണൻ, ജയദ്രഥൻ, ദുര്യോധനൻ മുതലായ എല്ലാവരുടെയും വധം നടന്നത് അധർമ്മത്തിലൂടെയാണ്. അഭിമന്യു, നിങ്ങൾക്ക് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ആശയം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അഭിമന്യു യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം ജയദ്രഥനല്ല വധിച്ചെങ്കിൽ ശ്രീകൃഷ്ണൻ വിധിയാണ് അത്. അവിടെ അധർമ്മമല്ല നടക്കുന്നത്, വിധിയാണ്. ഓരോരുത്തരുടെയും വിധിയാണ്. അഭിമന്യുവിന്റെ മരണം ആ ഒരു യുദ്ധത്തിലായിരുന്നു, അത് വിധിയാണ്. അഭിമന്യു സുഭദ്രയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ ചക്രവ്യൂഹമൊക്കെ ഭേദിക്കാനായിട്ട് പഠിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ബാക്കി കൂടി പറഞ്ഞു കൊടുക്കാനത് ആ വിധിയെ മാറ്റുന്നതാണ്. വിധിയുടെ ചക്രം മാറ്റുന്നത് തന്നെ പറയുന്നത് സ്വന്തം കാലിന് കൊടുവാള് കൊണ്ട് ഉടയ്ക്കുന്നതാണെന്ന് ചാണക്യൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ധർമ്മയുദ്ധം തന്നെയാണ്. നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ കൂടുതലായി നടന്ന അധർമ്മമാണ്. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ജയദ്രഥൻ, ദുര്യോധനൻ, അതുപോലെ പാഞ്ചാലി പുത്രന്മാർ രാത്രി യുദ്ധം നടന്നിരുന്നു ഒരു പ്രാവശ്യം. അതും ധർമ്മത്തിന് നിരക്കാത്തതാണ്. അവർ അതിനു മുൻപേ തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ്, രാത്രി ഇവർ പരസ്പര വൈരമെല്ലാം വെടിഞ്ഞ് സുഹൃത്തുക്കളെ പോലെ ആകുമെന്ന്. ഇവിടെ രാത്രി യുദ്ധം നടത്തുക എന്ന് പറയുമ്പോൾ അത് തികച്ചും ധർമ്മത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരുവിധം എല്ലാ കാര്യങ്ങളും ധർമ്മ നിഷേധങ്ങളും അതുപോലെ തന്നെ അധാർമികമായ യുദ്ധതന്ത്രങ്ങളായിരുന്നു അവിടെ കൂടുതലായി ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. സുഹൃത്തെ, താങ്കൾ പറഞ്ഞ പോലെ പാഞ്ചാലി പുത്രന്മാർ മരണപ്പെട്ടു. അത് അശ്വത്ഥാമാവ് ആണെന്ന് നമുക്ക് ഒരിക്കലും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. കാരണം യുധിഷ്ഠിരൻ ഇങ്ങനെ അശ്വത്ഥാമാവ് കൊന്നതെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് രുദ്രനാണ് അവിടെ കൊന്നത്. അശ്വത്ഥാമാവ് രുദ്രനെ പ്രീതിപ്പെടുത്തപ്പോൾ രുദ്രനാണ് കൊന്നത്, അശ്വത്ഥാമാവല്ല. ദുര്യോധന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ദുര്യോധന്റെ തൊട ഭീമൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയോടുള്ള അത്ര സ്നേഹവും ശപഥവും പിന്നെ ആ ഒരു പ്രതികാരം പകയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ശപഥം വെച്ചിട്ടുണ്ട്. ഭീമൻ ചൂതുകളിയുടെ അന്ന് ഞാൻ നിന്റെ തൊട തല്ലി പൊളിക്കുന്നു പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പകയാകരുത് ധർമ്മത്തിന്റെ അടിസ്ഥാനം. ശപഥം നന്നായി, വളരെ നന്നായി. നിങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിഷേധങ്ങളെ മുഴുവൻ സൂചിപ്പിച്ചു. ആ നിഷേധങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ എതിർക്കാനും സാധിച്ചു. വളരെ നല്ല സംവാദമായിരുന്നു.